സോളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഒരു സാധാരണ വീട്ടിൽ, അതായത് ഒരു ടെറസ് ഇട്ട ഒരു വീട്ടിൽ എങ്ങനെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലെന്താ ഇത്ര വലിയ പ്രത്യേകതകൾ, ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ. എന്നാൽ ഇതിൽ പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകതകളെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 വ്യത്യസ്ത സൈറ്റുകളുടെ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളുള്ളത് നമ്മളുടെ പാലാരവട്ടത്തെ 5 കിലോവാട്ട് സൈറ്റിലാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഈ വീട്ടിൽ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് സോളാർ വെക്കാൻ. നമ്മുടെ സൈഡിലെ പാരപ്പറ്റിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം 90 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് മരങ്ങളുണ്ട്. അപ്പോൾ മരത്തിൻ്റെ ഷെയ്ഡ് ഇവിടെ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സോളാർ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പൊസിഷനിലാണ് നമ്മളിപ്പോൾ സോളാർ വെച്ചിട്ടുള്ളത്. 2 സെക്ഷനായിട്ടാണ് നമ്മൾ സോളാർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സെക്ഷൻ 8 പാനൽ വരുന്ന ഒരു സെക്ഷനാണ്. രണ്ടാമത്തെ സെക്ഷനിൽ 5 പാനലുകൾ വരുന്നുണ്ട്. പലരും സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സൗകര്യപൂർവ്വം മറന്നു കളയുന്നൊരു കാര്യമാണ് ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ. നമ്മൾ ഏതൊരു വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും സോളാറിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടുത്തെ ലൈറ്റിനിങ് പ്രൊട്ടക്ഷനും എർത്തിങ്. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റിനിങ് ചെയ്ത് താഴേക്ക് ഇറക്കുന്ന ഈ കേബിളും പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സോളാർ ഇൻസുലേഷനെ പറയുന്നത് എലിവേറ്റഡ് സ്ട്രക്ചർ ഓൺ ഫ്ലാറ്റ് റൂഫ് എന്നാണ്. നമുക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ കാലുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് GI മെറ്റീരിയലാണ്. സാധാരണ സോളാർ കമ്പനികളിൽ ചില ആൾക്കാർ GP മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ റേറ്റ് കുറയ്ക്കാനാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ലൈഫിനെ അത് വളരെയധികം ബാധിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ റെയിലിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം റെയിലിങ്സ് ആണ്. ഏറ്റവും കൂടുതൽ എക്സ്പോഷർ വരുന്ന ഭാഗം ഇതാണ്. സോളാർ പാനലിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അടിയിൽ പോകുന്ന സ്ട്രക്ചറുകളും. അപ്പോൾ അതുകൊണ്ട് അലുമിനിയം റെയിലിങ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കൂട്ടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ സോളാറിൻ്റെ എല്ലാ പില്ലറുകളും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ആങ്കർ ബോൾട്ട് ചെയ്ത് ഉറപ്പിക്കുന്നതിനേക്കാൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ആങ്കർ ബോൾട്ട് ചെയ്ത് ഉറപ്പിക്കുമ്പോൾ പല സ്ഥലത്തും ലീക്കേജസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള അൺവാണ്ടഡ് പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ ഓണറാണ് ജോസ് സാർ. അപ്പോൾ ജോസ് സാറിനോട് നമുക്ക് ചോദിക്കാം, സാർ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോളാറിനെ പറ്റി അല്ലെങ്കിൽ സോളക്സിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? സോളാർ സിസ്റ്റത്തെ പറ്റി ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്, വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ പലരോടും അതിനെപ്പറ്റി തിരക്കി. പലരും എൻ്റെ അടുത്ത് വന്നതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയും എല്ലാം ചെയ്തു. പക്ഷേ സോൾക്സ് ഗ്രൂപ്പ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ സിസ്റ്റമാണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്നും അത് വളരെ യൂസ്ഫുൾ ആണെന്നും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അവർക്ക് അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കുകയായിരുന്നു. അവർ വീട്ടിൽ വന്ന് നല്ല ക്വാളിഫൈഡ് എൻജിനീയേഴ്സാണ് അവരുടെ കയ്യിലുള്ളത്. വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ വർക്ക് 2 ദിവസം കൊണ്ട് തീർത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ വീട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ ഒത്തിരി അതെ പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ചെയ്യാതെ ഒരു വീടിൻ്റെ വെളിയിൽ കൂടി തന്നെ ഗോവണിയൊക്കെ വെച്ച് അപ്സ്റ്റെയറിൽ ടെറസിൻ്റെ മുകളിൽ കയറി എല്ലാ വർക്കും വളരെ മനോഹരമായിട്ട് ചെയ്തു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ല് നേരത്തെ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് എനിക്ക് 7,000-8,000 രൂപ 2 മാസം കൂടുമ്പോൾ വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ആ മീറ്റർ ചാർജ് മാത്രം വെറും 100 രൂപയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഒത്തിരി വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് തന്നെയല്ല ആർക്കാണെങ്കിലും അത് വലിയൊരു കാര്യമാണ്. ഇത്രയും ഒരു ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സോൾക്സ് വളരെ ഡിപ്പെൻഡബിൾ കമ്പനിയാണ്. അതിൻ്റെ ഓണറാണെങ്കിലും അതിൻ്റെ എംപ്ലോയീസ് ആണെങ്കിലും അവരെല്ലാം വളരെ ക്വാളിഫൈഡ് എൻജിനീയേഴ്സാണ്. അവരെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. തന്നെയെല്ലാം അവരെപ്പോഴും അതിനെപ്പറ്റി തിരക്കിക്കൊണ്ടിരിക്കുകയും അതിന് വേണ്ടതെല്ലാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഞാൻ ആ കമ്പനിക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് അവർക്ക് വളരെ നല്ല കോൺട്രാക്റ്റും നല്ല ഓർഡേഴ്സും കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് സംഭവിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് നോർത്ത് പറവൂരുള്ള ഒരു 8 കിലോവാട്ടിൻ്റെ സോളാർ ഇൻസ്റ്റലേഷനാണ്. നിങ്ങൾക്ക് കാണാം ഈ സൈറ്റിലെന്ന് പറഞ്ഞാൽ നമുക്ക് പാരപ്പറ്റ് ഇല്ലാത്ത രീതിയിലുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ
നമുക്ക് വീടിൻ്റെ ഭംഗിയെ ബാധിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ടെറസിനെ വളരെയധികം യോജിക്കുന്ന രീതിയിലുള്ള ഒരു സോളാർ ഇൻസ്റ്റലേഷനാണ്. ഇതിനെ പറയുന്നത് റെഡി ടു ഇൻസ്റ്റാൾ അഥവാ പ്ലഗ് ആൻഡ് പ്ലേ മോഡൽ എന്നാണ്. ബലാസ്റ്റ് മൗണ്ട് സിസ്റ്റംസ് എന്നാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ അറിയപ്പെടുന്നത്. ഈ ഡിസൈനിൽ എവിടെയും പെനട്രേഷനോ RCC വർക്കോ ഒന്നും തന്നെ നമുക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ റിനോവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്തോ വീട് മുകളിലോട്ട് പണിയേണ്ട സമയത്തോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സോളാറിനെ മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. 10 ഡിഗ്രിയിലാണ് നമ്മുടെ എല്ലാ സോളാർ പാനലുകളുടെയും ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സോളാർ പാനലുകളും ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഉണ്ടാവുക. നമുക്ക് വെള്ളം വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ഈ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബലാസ്റ്റിൻ്റെ ട്രേ വരുന്നത് 2 സൈഡും ലോക്കുള്ള രീതിയിലാണ്. ഇതിലാണ് നമ്മൾ ഈ വെയിറ്റ് വെക്കുന്നത്. ഈ വെയിറ്റ് ട്രേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ സോളാർ ഇൻസ്റ്റലേഷനേക്കാൾ കൂടുതൽ വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു 150 മീറ്റർ/അവർ വിൻഡ് സ്പീഡ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഓരോ സോളാർ പാനലിൻ്റെ സെറ്റിന് ഇടയിലുള്ള ഗ്യാപ്പും നമ്മളുടെ ആവശ്യാനുസരണം കൂട്ടാനും കുറക്കാനും ഈ ഡിസൈനിന് പറ്റുന്നതാണ്. വീടിൻ്റെ ഭംഗിക്ക് ലക്ഷങ്ങൾ മുടക്കുന്ന നമുക്ക് ഇനി മുതൽ സോളാർ വെച്ചിട്ട് ആ ഭംഗി പോകും എന്നുള്ള പേടി വേണ്ട. നിങ്ങളുടെ ഏത് തരത്തിലുള്ള സോളാർ ആവശ്യങ്ങൾക്കും, അത് കണ്ടംപററി വീടായിക്കോട്ടെ ട്രഡീഷണൽ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള വീടുകൾക്കും യോജിക്കുന്ന തരത്തിലുള്ള ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.